ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്, അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സമാനമായ നിലയിൽ ക്രൂരത അനുഭവിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾ ഭീതിയുടെ പിടിയിലാണ്. അവിടെ നിന്നും നമ്മൾ ഒരു ശബ്ദവും ഒരു നിലവിളിയും പുറത്തു കേൾക്കാത്തത് അത് ഭീതിയുടെ തടവറയിലായതുകൊണ്ടാണ്. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. SFI എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസുകളിൽ നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല, അധോലോക പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ക്യാമ്പസുകളെ ഇതുപോലെ അധോലോക പ്രവർത്തനത്തിലൂടെ കീഴടക്കിയ ഒരു സംഘടനയാണ് ഇന്നത്തെ നിലയിൽ SFI എന്ന് പറയുന്നത്. ഞാൻ സംശയിക്കുന്നു പലയിടങ്ങളിലും SFI എന്ന പ്രസ്ഥാനത്തെ CPM പോലും നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. CPM പോലും നിയന്ത്രണത്തിനപ്പുറം. കാരണം ഇന്ന് മയക്കുമരുന്ന് മാഫിയയുടെ ഒക്കെ പിടിയിലായി ഈ സംഘടന പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഒരു സഹപാഠിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഒരു വിദ്യാർത്ഥികൾക്കും ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുള്ള സഹപാഠികൾ, ഇവിടെ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളവർ, അവർ പോലും ആ കുട്ടിയെ നിഷ്ഠൂരമായി വേട്ടയാടുന്നതിന് അല്ലെങ്കിൽ തല്ലിച്ചതയ്ക്കുന്നതിന്, മർദ്ദിക്കുന്നതിന് കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹപാഠികളായിട്ടുള്ളവർ, ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുന്നവർ, ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചവർ, ഒന്നിച്ച് ഭക്ഷണം പങ്കിട്ട് കഴിച്ചവർ, അവർ പോലും നഗ്നനായി ഒരു കുട്ടിയെ മർദ്ദിച്ച്, മൂത്രം കുടിപ്പിച്ച്, ഭക്ഷണം നൽകാതെ പീഡിപ്പിച്ച്, ഹരാസ് ചെയ്ത്, ഒരുപക്ഷെ ഒരു മൃഗീയമായിട്ടുള്ള, വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, ഒരു മൃഗവാസനയോട് കൂടിയാണ് ആ സഹപാഠിയോട് ഇവർ പെരുമാറിയെന്ന് പറയുന്നു. സുബോധത്തില് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കരുതുന്നില്ല. ഇന്ന് SFI എന്ന സംഘടന കേരളത്തിലെ പല ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്നത് സുബോധത്തിലല്ല. അവർ ഏതോ ലോകത്ത്, ഒന്നല്ലെങ്കിൽ ഇതുപോലുള്ള മയക്കുമരുന്നിന്റെ പിടിയിലമർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി SFI മാറിയിരിക്കുന്നു. ഇത് സമൂഹത്തിന് തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇനിയൊരു കുട്ടിക്ക് കേരളത്തിൽ ഇത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമ്പസിൽ നിന്നും ഈ സംഘടനയെ പിഴുതെറിയണം. അതിനുള്ള ശേഷി, അതിനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിനോ CPM എന്ന പാർട്ടിക്കോ ഇല്ല. മറിച്ച് അവർ ഇതിന് ഓശാന പാടുകയും അവർ ഇതിനെ വളർത്തുകയും അവരിതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ സിദ്ധാർത്ഥിന്റെ അനുഭവം നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ടാവും. ഇന്ന് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല മൗനം, അധ്യാപക സമൂഹം മുഴുവൻ മൗനത്തിലാണ്. അവരും ഭീതിയുടെ തടവറയിലാണ്. എന്നെ ഭയപ്പെടുന്നതും എന്നെ ഏറ്റവും കൂടുതൽ രോഷാകുലനാക്കുന്നതും അനീതി കൺമുമ്പിൽ കാണുമ്പോഴും അതിനോട് പ്രതികരിക്കാതെ, അതിനോട് കണ്ണടച്ച് തലകുനിച്ച് നടന്നു പോകുന്ന ഒരു അധ്യാപക സമൂഹം ഈ SFIയേക്കാൾ വലിയ ഒരു ശാപമാണ്, അല്ലെങ്കിൽ വലിയ ഭീഷണിയാണ്. ഒരുപാട് ക്യാമ്പസുകളിൽ SFIയുടെ അക്രമ പ്രവർത്തനങ്ങൾക്ക്, ഇതുപോലുള്ള അനീതി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന അധ്യാപകരെ നമുക്ക് കാണാൻ കഴിയും. അത് ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരായതുകൊണ്ടാണോ, അതല്ലെങ്കിൽ SFI എന്ന പ്രസ്ഥാനത്തെ ഭയപ്പെടുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവിടുത്തെ അധ്യാപകരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 3 ദിവസമായി ഒരു കുട്ടി ഒരു ക്യാമ്പസിൽ ഇതുപോലെ നിഷ്ഠൂരമായി വേട്ടയാടപ്പെട്ടിട്ട് അവിടുത്തെ അധ്യാപകരാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അധ്യാപകരോട് പറയാനുള്ള കോൺഫിഡൻസ് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് വരേണ്ടത് അധ്യാപകരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അധ്യാപകരെ ഇതിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ച അധ്യാപകർക്കെതിരെ ആദ്യത്തെ നടപടി ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യം. അവരെ അധ്യാപന ജോലിയിൽ നിന്നും പുറത്താക്കാൻ തയ്യാറാകണം. ഇനി അവർ അധ്യാപകരായി തുടരാൻ യോഗ്യരല്ല. കാരണം ഒരു ക്യാമ്പസിലേക്ക്, ഒരു കലാലയത്തിലേക്ക് ഏതെങ്കിലും വിദ്യാർത്ഥികളെ അയക്കുമ്പോൾ ആ കലാലയത്തിൽ അവർ സുരക്ഷിതരായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നത് അവിടുത്തെ അധ്യാപകരുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. കാരണം ഇതുപോലുള്ള
അനഭിലഷണീയമായ പ്രവണതകൾ, ആ പ്രവണതകൾ പലപ്പോഴും പല ക്യാമ്പസുകളിലും മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവിടുത്തെ അധ്യാപക സമൂഹം, ഇന്നത്തെ അധ്യാപക സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അവർ ഈ വിഷയം വന്നിട്ട് ഈവൻ അധ്യാപക സംഘടനകളുടെയോ അധ്യാപകരുടെയോ ഒരു പ്രതികരണം പോലും ഞങ്ങൾക്ക് കാണാനായിട്ടില്ല. നിങ്ങൾ എന്ത് നീതിയാണ് ഒരു സമൂഹത്തിന്, ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെയാണ് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു തലമുറയെ നിങ്ങൾ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതുപോലുള്ള അനീതിയോടും ഇതുപോലുള്ള അക്രമത്തോടും കണ്ണടയ്ക്കുന്ന ഒരു അധ്യാപക സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാമ്പസുകളെ വീണ്ടെടുക്കണമെന്നുണ്ട്. ഇന്ന് കേരളത്തിലെ പല കലാലയങ്ങളും പല ക്യാമ്പസുകളും ഒരുപക്ഷെ സർഗാത്മകതയുടെ വിളനിലമായി മാറേണ്ട കലാലയങ്ങളും വിദ്യാലയങ്ങളും ഇന്ന് നരകങ്ങളാണ്. ഈ നരകയാതന അനുഭവിച്ച് കേരളത്തിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഭീതിയുടെ തടവറയിൽ കഴിയുകയാണ്. അവർക്ക് വിമോചനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ഉണരണം, പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഉണരണം. ഏതെങ്കിലും 1-2 പ്രസ്താവന കൊണ്ടോ അല്ലെങ്കിൽ 1-2 ദിവസത്തെ വാർത്ത കൊണ്ടോ അത് കഴിയില്ല. ഈ നരകതുല്യമായ സ്ഥിതി സംജാതമാക്കുന്ന ഈ സംഘടനയ്ക്കെതിരെ പൊതുബോധമുണർന്ന് വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ തയ്യാറാകണം. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ യൗവനത്തിൽ, നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇതുപോലുള്ള നികൃഷ്ടമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള അവർക്ക് മുമ്പിൽ നിങ്ങളുടെ മനസാക്ഷിയും നിങ്ങളുടെ പ്രതികരണ ശേഷിയും അടിയറ വെച്ചാൽ നാളുകളിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. ഞാനടക്കമുള്ളവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ SFIക്ക് സമാനമായ രീതിയും ശൈലിയും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതിനെതിരെ പ്രതികരിച്ച്, അതിനെ പ്രതിരോധിച്ച്, അതിനെ നേരിട്ട് കടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തല ഉയർത്തി നട്ടലുയർത്തി നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പറയാൻ കഴിയും, ഇന്നത്തെ മൗനം നാളത്തെ വലിയ അപകടത്തിലേക്ക് കേരള സമൂഹത്തെ നയിക്കുമെന്നത് സംശയമില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.